Dears, welcome back to Race Education. So 1 മാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പ്രസന്റ് ആയിരിക്കുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണമാണ്. ആദ്യത്തേതിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും രണ്ടാമത്തേതിൽ 1ഉമാണ് പ്രസന്റ് ആയിരിക്കുന്നത്. അടുത്ത ചോദ്യം, Hybridization of boron in BCl3. Boron trichloride. Boron in the hybridization. Central atom boron to 3 pair. So hybridization sp2 ആണ്. Yes. അടുത്ത ചോദ്യം, Identify the Lewis base among the following. Electron pair na കൊടുക്കുന്നവരെ വിളിക്കുന്ന പേരാണ് Lewis base. Electron pair na കൊടുക്കാൻ കഴിവ് NS3 ആണ്. So it acts as Lewis base. Estimation of amount of sulfur in an organic compound is carried out in Carrier's tube ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Atomic number of element with symbol UUS. UUS എന്ന് പറഞ്ഞാൽ atomic number 117 ആണ്. Yes. അടുത്ത ചോദ്യം, The number of moles of solute in 1 liter of solution. 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന പേരാണ് molarity. ക്യാപിറ്റൽ എം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. The element that outer electronic configuration 3s2 3p3. വാലൻസിൽ അവസാനത്തെ ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്നത് p സബ്ഷനിൽ ആയതുകൊണ്ട് ഇത് p ബ്ലോക്ക് എലമെന്റ്സ് ആണ്. റെഡിയാണ്, p ബ്ലോക്ക് എലമെന്റ് ആണ്. ഈത്തൈൻ മോളിക്യൂളിന്റെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിക്കുന്നത്. ഈത്തൈൻ എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഹൈബ്രിഡൈസേഷൻ sp ആണ്. യെസ്. അടുത്ത ചോദ്യം, Which among the following is Lewis acid? ഇലക്ട്രോൺ പേരിനെ വാങ്ങാൻ കഴിവുള്ളവർ ആരാണ്? നോക്കിയേ, BF3 ഇലക്ട്രോൺ പേരിനെ വാങ്ങാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ്, സോ ലൂയിസ് ആസിഡ് BF3 ആണ്. തന്നിരിക്കുന്നതിൽ ഏതാണ് പ്ലസ് ആർ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ്? ഇതിൽ OH ആണ് പ്ലസ് ആർ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ്. അടുത്ത ചോദ്യം, The element that has outer electronic configuration 3d5 4s1. ഇതിന്റെ outer electronic configuration 3d5 4s1 ആണ്. ഏത് ബ്ലോക്ക് ആണ്? D ബ്ലോക്ക് എലമെന്റ് ആണ്. യെസ്, D സബ്ഷനിലാണ് എൻ്റർ ചെയ്യുന്നത്. The number of radial nodes of 4p orbital. 4p orbital എത്ര radial nodes ഉണ്ട്? n minus l minus 1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. n വാല്യൂ 4 ആണ്, l വാല്യൂ 1 ആണ്. സോ yes, 4 minus 1 minus 1 2 ആണ് ആൻസർ. അടുത്ത ചോദ്യം, The species that can form both conjugate acid and conjugate base. H+ കൊടുക്കാനും H+ വാങ്ങാനും കഴിവുള്ളവരാണ് വാട്ടർ. യെസ്. അടുത്ത ചോദ്യം, ലാർജ് ഡിഫറൻസ് ബോയിലിംഗ് പോയിന്റിൽ വരുന്ന സ്പീഷീസുകളെ ലിക്വിഡ്സിനെ നമ്മൾക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ ആണ്. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ ആറ്റം ഇൻ ദ എലമെന്ററി ഫോം. എലമെന്ററി ഫോമിൽ ഒരാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഓർക്കണേ മക്കളെ. Okay. Write the stock notation of MnO2. Yes, MnO2 ന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. MnO2 ൽ ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലും മാംഗനീസ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമാണ്. സോ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതുമ്പോൾ നിങ്ങൾ മാംഗനീസ് എഴുതുക, ആ 4 റോമൻ ന്യൂമറലിൽ ഒരു ബ്രാക്കറ്റിൽ ഇടുക, ബാക്കി വരുന്ന O2 നെ പുറത്തേക്ക് എഴുതുക. ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് MnO2. അടുത്ത ചോദ്യം, Okay. The quantum numbers which gives the energy of an electron in an atom. ഒരു ആറ്റത്തിൽ ഓർബിറ്റിന്റെ എനർജിനെ പറ്റി പറയുന്ന ക്വാണ്ടം നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണ്. ഈ തന്നിരിക്കുന്നതിൽ ആർക്കാണ് ഹൈയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഇക്കൂട്ടത്തിൽ ഹൈയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിൻ ഹാസ് ദ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ഫ്ലൂറിൻ ആണ്, പക്ഷേ ക്ലോറിൻ ആണ്. യെസ്. The oxidation number of oxygen in superoxide. Superoxide KO2 പോലുള്ള superoxide ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1/2. പെറോക്സൈഡുകളാണെങ്കിൽ -1 ആണ്. An example of Lewis acid among the following. തന്നിരിക്കുന്നതിൽ ലൂയിസ് ആസിഡ് ആരാണ്? ഇലക്ട്രോൺ പേരിനെ വാങ്ങാൻ കഴിവുള്ള നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് ആസിഡ്. നെക്സ്റ്റ് ഈസ് The purification technique used to separate chloroform and aniline. Aniline ക്ലോറോഫോമും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് distillation. Yes. The cold dilute aqueous solution of potassium permanganate is generally known as Bayer's reagent. Bayer's reagent എന്നാണ് അറിയപ്പെടുന്നത്. Who discovered proton? തീർച്ചയായിട്ടും പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് ഗോൾഡ്സ്റ്റീൻ ഓർ റൂദർഫോർഡ്. രണ്ടും ആൻസർ കീയിലുണ്ട്. Hot coffee kept in a thermos flask is an example of isolated system ആണ്. Isolated systemത്തിന് എക്സാമ്പിൾ സ്ഥിരം ചോദിക്കുന്നതാണ്. സ്ട്രക്ചർ ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ. ഒരു ഹൈബ്രിഡൈസേഷൻ sp3 ആണെങ്കിൽ ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ടെട്രാഹൈഡ്രൽ ആണ്. യെസ്. അടുത്ത ചോദ്യം ഇതാണ്, ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പെറോക്സൈഡുകളിൽ ഓക്സിജൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. The molecular formula of glucose is C6H12O6. It's empirical formula. Molecular formula തന്നിട്ട് empirical formula കാണാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ? യെസ്, C1H2O ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. മാസ് നമ്പർ ആയിട്ടുള്ള 80യിൽ നിന്നും അറ്റോമിക് നമ്പർ ആയിട്ടുള്ള 35 നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് 45. സോ ന്യൂട്രോണിന്റെ എണ്ണം ഇവിടെ 45 ആണ്. Write the hybridization of carbon atom in ethane molecule. Ethanil കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ. Ethanil കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp3 ആണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം ഇതാണ്, ഗ്രൂപ്പ് 16 എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് ചാൽക്കോജനുകൾ എന്നാണ് വിളിക്കുന്നത്. ഗ്രൂപ്പ് 17 ആണെങ്കിൽ അവരെ ഹാലോജൻസ് എന്ന് വിളിക്കും.
ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, among വാട്ടർ, അമോണിയ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീഥേൻ മോളിക്യൂൾ വിച്ച് ഹാസ് ലീസ്റ്റ് ബോണ്ട് ആംഗിൾ, ആർക്കാണ് ലീസ്റ്റ് ബോണ്ട് ആംഗിൾ ഉള്ളതെന്ന സെൻട്രൽ അടുത്തിട്ടും ഇലക്ട്രോൺ പേരിന കൂടുതലുള്ളവർ ലീസ്റ്റ് ബോണ്ട് ആംഗിൾ വാട്ടറിനായിരിക്കും. Which of the following is not a state function? തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഇതിൽ വർക്ക് എന്ന് പറയുന്നത് പാർട്ട് ഫംഗ്ഷൻ ആണ്. വർക്കും ഹീറ്റും എനർജിയും ഒക്കെ പാർട്ട് ഫംഗ്ഷൻ ആണ്. എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് എനർജി ഒക്കെ സ്റ്റേറ്റ് ഫംഗ്ഷനുകളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഫോർ ആൻ ആസിഡ് സൊല്യൂഷൻ pH <7 ആയിരിക്കും. ഒരു ആസിഡ് ആണെങ്കിൽ എപ്പോഴും pH എന്തായിരിക്കും? 7നേക്കാൾ കുറവായിരിക്കും. നെക്സ്റ്റ്, Which one of the following is an extensive property? തന്നിരിക്കുന്നതിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഏത്? ഹീറ്റ് കപ്പാസിറ്റി ആണ് തന്നിരിക്കുന്നതിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ടെമ്പറേച്ചർ, പ്രഷർ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇതൊക്കെ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ചോദ്യം. the number of radial nodes for 3p orbital. 3p orbital എത്ര റേഡിയൽ നോഡ്സ് ഉണ്ടെന്നാണ്? n-l-1 ആണ് ഇക്വേഷൻ. ഇവിടെ n ന്റെ വാല്യൂ 3 ആണ്. p ഓർബിറ്റലിനെ സംബന്ധിച്ച് l വാല്യൂ 1 ആണ്. സോ ദ ആൻസർ ഈസ് 3 - 2 which is equal to 1. ഓക്കെ, അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ മക്കൾ പറയാൻ മതി. ഓക്കെ, കമന്റ് ചെയ്താൽ പറയാം. ഓക്കെ, ബൈ. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.